നമസ്കാരം. 1201 മേടവിഷു മുതൽ ഉള്ള ഒരു വർഷകാലത്തേക്കുള്ള 12 രാശിക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളുടെയും വിഷുഫലം പറയുവാനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം നക്ഷത്ര ജാതരുടെ വിഷുഫലമാണ് ആദ്യമായിട്ട് പറയുന്നത്. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം നക്ഷത്ര ജാതർക്ക് ഈ 1201 വിഷുഫലം വളരെ അനുകൂലം തന്നെയാണ്. സർവാഭിഷ്ടസിദ്ധിയും സത്കീർത്തിയുമൊക്കെയാണ് ഫലം വരുന്നത്. ചാരവശാൽ അവരുടെ ഫലം ചിന്തിച്ചാൽ അവർക്ക് ശനി 12-ലാണ് എന്നുള്ള ഒരു ഏഴാണ്ട ശനി ദോഷമുണ്ട്. എന്നിരിക്കലും രാഹു 11-ൽ നിന്നുകൊണ്ട് വളരെ ശുഭ അനുഭവങ്ങളാണ് അവർക്കിപ്പോൾ പ്രദാനം ചെയ്യുന്നത്. ഡിസംബർ വരെയും അവർക്ക് രാഹു 11-ൽ നിൽക്കുന്നു. വീണ്ടും അത് 10-ലോട്ട് പോകുന്ന ആ ഒരു സമയം അവർക്ക് തൊഴിൽപരമായ ചില വിഷമങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പിന്നെ വ്യാഴം ഇവർക്ക് 3-ഉം 4-ഉം 5-ഉം ഭാവങ്ങളിലായിട്ടാണ് ഈ ഒരു വർഷകാലം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതിൽ 5-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അതായത് വളരെ അനുകൂല ഫലങ്ങളൊക്കെ തന്നെ പ്രദാനം ചെയ്യും എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഈ ശനിയുടെ ഏഴാണ്ട ശനിയുടെ ദോഷം, അത് 12-ലെ ശനി അമിത വ്യയത്തിനൊക്കെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രധാനമായിട്ടും ഇവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം. കാര്യങ്ങൾക്കൊരു തടസ്സം ഈ ഒരു ശനി ഉണ്ടാക്കുവാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ ഇവർക്ക് ദ്രവ്യലാഭവും ആരോഗ്യവും ഭൂലാഭവും ഒക്കെയാണ് വർഷാവസാനത്തോടു കൂടി നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഇനി ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകയിരം 1, 2 പാദം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം കാർത്തിക, രോഹിണി ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വിഷുഫലം അനുകൂലമാണ്. എന്നാൽ മകയിരം നക്ഷത്രത്തിലെ അവർക്ക് ബന്ധുനാശവും സ്വജനവിരോധവും ഒക്കെ മനക്ലേശവും ഒക്കെ പറയുന്നു. അതുകൊണ്ട് ഇവർക്ക് ഈ ഒരു മകയിരം നക്ഷത്ര ജാതർ പ്രധാനമായിട്ടും ഈ ഒരു വിഷുഫലം കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങളെ ലഘൂകരിക്കുവാനായിട്ട് ശിവന് ധാര നടത്തുന്നത് നന്നായിരിക്കും. എന്നാൽ പൊതുവെ ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്ര ജാതർക്ക് വ്യാഴം 2, 3, 4 ഭാവങ്ങളിലായിട്ടും ശനി 11-ാം ഭാവത്തിലും രാഹു 10, 9 ഭാവങ്ങളിലുമായിട്ട് സഞ്ചരിക്കുന്ന കാലമാകയാൽ ഈ ഒരു ശനിയുടെ 11-ാം ഭാവത്തിലെ സ്ഥിതി സ്വത്ത് സമ്പാദനത്തിനൊക്കെ അനുകൂല സമയം തന്നെയാണ്. വ്യാഴവും ഇപ്പോൾ അവർക്ക് അനുകൂലമാണ്. യാത്ര മുഖേനയോ മറ്റുള്ളവരുമായി പണമിടപാടുകൾ മുഖേനയോ ഒക്കെ പൈതൃക സ്വത്തിൻ്റെ ലബ്ധിയിലൂടെയോ ഒക്കെ സാമ്പത്തിക ഉന്നമനം തന്നെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ സഹായം ലഭിക്കും എന്നുള്ളതാണ് ഇടവക്കൂറുകാരെ പറ്റി പറയുവാനുള്ളത്. മിഥുനക്കൂറിൽപ്പെട്ട മകയിരം 3, 4 പാദം നക്ഷത്ര ജാതർക്കും തിരുവാതിര, പുണർദം 1, 2, 3 നക്ഷത്ര ജാതർക്കും വിഷുഫലം അത്ര തന്നെ അനുകൂലമല്ല. അതിനാൽ തന്നെ അവർക്ക് മനക്ലേശങ്ങളൊക്കെ കൂടുവാനുള്ളൊരു സമയമായിട്ട് കാണുന്നു. മാനസിക സമ്മർദ്ദം കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളിൽ ശ്രദ്ധ വേണം. ധ്യാനം ഇവരെ സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. ഇവരുടെ ശനി 10-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് കണ്ടക ശനി ഇവർ അനുഭവിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്ത് കുറച്ച് മനപ്രയാസങ്ങളും ചില അസ്ഥിരതകളുമൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വേണ്ട വഴിപാടുകളൊക്കെ നടത്തുകയും ചെയ്യണം. എന്നിരുന്നാലും ഇവർക്ക് വ്യാഴം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. വ്യാഴം 1, 2 ഭാവങ്ങളിൽ നിന്നുകൊണ്ട് ഇവർക്ക് പ്രാർത്ഥനകളുണ്ടെങ്കിൽ എല്ലാ വിഷമങ്ങളും തരണം ചെയ്യുവാനും അതിനെയൊക്കെ അനുകൂലമാക്കുവാനും ഇവർക്ക് സാധിക്കുമെന്നറിയണം. അതുകൊണ്ട് ശിവന് ധാരയൊക്കെ നടത്തി ഓം നമഃശിവായയും ചൊല്ലി ഇവർ കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുക. ഇനി കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം 4, പൂയം, ആയില്യം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്രാഭരണാദികളും ഒക്കെയാണ് ഫലം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കർക്കിടകം രാശിക്കാർക്ക് ഈ വിഷു കുടുംബത്തിൽ നല്ല സമയമാണെന്ന് മനസ്സിലാക്കണം. ഇവർക്ക് വ്യാഴം എന്നാൽ ഇപ്പോൾ 12-ൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ജൂൺ 2 വരെയുള്ളൊരു സമയം കുറച്ച് ചിലവ് അധികരിക്കും എന്ന് മനസ്സിലാക്കണം. പിന്നെ വ്യാഴം അനുകൂലമായിട്ട് തന്നെ വരും. രാഹു ഡിസംബറിന് ശേഷം 7-ാം ഭാവത്തിൽ വരുമ്പോൾ രാഹു പ്രീതി വരുത്തുക എന്നുള്ളതും അറിയേണ്ടതാണ്. ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം 1-ാം പാദം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യാഴം 11ഉം 12ഉം ഭാവങ്ങളിൽ നിന്നുകൊണ്ടും ശനി 8-ാം ഭാവത്തിലും രാഹു 7-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാണ് ഇവർക്കും ലോകബഹുമാനാദി നല്ല ഫലങ്ങളാണ് ഈ ഒരു വിഷുഫലവും പറയുന്നത്.
തൊഴിൽ രംഗത്ത് മുന്നേറ്റം ഉണ്ടാകും. എന്നിരുന്നാലും ഇവർ തങ്ങളുടെ അഹംഭാവം ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 2, 3, 4 പാദം നക്ഷത്ര ജാതർക്കും അത്തം, ചിത്തിര 1, 2 പാദം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വിഷുഫലം ഉത്രം, അത്തം നക്ഷത്രക്കാർക്ക് ലോകബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്രാഭരണാദികളുമൊക്കെയാണ് ഫലം പറയുന്നത്. എന്നാൽ ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആയുധം കൊണ്ടും പശു, പക്ഷി മുതലായവ കൊണ്ടും ദേഹത്ത് മുറിവുണ്ടാവുകയും രോഗാപത്തുക്കൾ അനുഭവപ്പെടുകയും ചെയ്യാനുള്ളൊരു സാധ്യതയാണ് പറയുന്നത്. അതുകൊണ്ട് ചിത്തിര നക്ഷത്ര ജാത നിർബന്ധമായിട്ടും ശിവന് ധാരയൊക്കെ നടത്തി വിഷുഫലത്തിൻ്റെ ആ ദോഷങ്ങൾ കുറയ്ക്കുവാൻ ശ്രമിക്കുക. എന്നാൽ ഇവർക്ക് വ്യാഴം 10, 11 ഭാവങ്ങളിലൊക്കെ നിന്നുകൊണ്ട് ഗുണഫലങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു ഗുണഫലം കിട്ടുവാൻ ഈ ദോഷങ്ങളെ ലഘൂകരിക്കേണ്ടതുണ്ട്. ശനിയാണെങ്കിൽ 7ാം ഭാവത്തിൽ നിന്നുകൊണ്ട് കണ്ടകശനി ദോഷവും വരുത്തുന്നു. രാഹു 6ാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇത് 5ാം ഭാവത്തിലോട്ട് വരും എന്നുള്ളതും മനസ്സിലാക്കണം. വ്യാഴം 11 ഭാവത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ അനുകൂല ഫലം പ്രദാനം ചെയ്യുന്നു. എന്നാൽ 12ാം ഭാവത്തിലോട്ട് വരുമ്പോൾ വ്യയം അധികരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വ്യാഴപ്രീതി വരുത്തിക്കൊള്ളുക. എന്നിരുന്നാലും ഇവരുടെയൊക്കെ ജീവിത വിജയവും ഉയർന്ന സ്ഥാനലബ്ധിയും സാമൂഹിക അംഗീകാരവും വ്യക്തിവൈശിഷ്ട്യവും ഒക്കെ തന്നെയാണ് ഉണ്ടാകുവാനുള്ളൊരു സാധ്യതയുള്ളത്. ഈ ഒരു ശനി 7ൽ നിൽക്കുന്നത് വിവാഹത്തിനൊരു കാലതാമസം, വിവാഹിതരാവാത്തവർക്കൊക്കെ ഒരു കാലതാമസത്തിനൊക്കെ ഒരു അനുഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും വ്യാഴം 11ൽ നിന്നുകൊണ്ട് ഈ ഒരു കാലതാമസത്തിന് ഒരു കുറവ് വരുത്തുകയും ശുഭപ്രതീക്ഷകൾക്കൊക്കെ ഒരു സാധ്യതയും ആണ് കാണുന്നത്. പ്രവർത്തന മണ്ഡലത്തിൽ വിജയവും ശത്രുനാശ ഫലങ്ങളുമൊക്കെ പ്രതീക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ ശനിയെ നിർബന്ധമായിട്ടും ഇവർ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. ശനിയാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുകയും ശാസ്താവിനെ ക്ഷേത്രങ്ങൾ ദർശിക്കുകയും ശാസ്താവിനെ എള്ളുവായുസമൊക്കെ നടത്തി ശാസ്താപ്രീതി വരുത്തിക്കൊള്ളുക. ശനീശ്വര പ്രീതിക്കായിട്ട് ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം നടത്തുന്നതും കന്നിക്കൂറുകാർക്ക് വളരെ അനുകൂല ഫലം നൽകും എന്നും അറിയുക. വീഡിയോയുടെ ലെങ്ത് അധികരിച്ചതിനാൽ ഈ ഒരു വീഡിയോയിൽ ആദ്യമുള്ള 6 രാശികളുടെ ഫലമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത 6 രാശികളിൽ ജാതരായ നക്ഷത്ര ജാതരുടെ ഫലം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത 6 രാശികളിൽ ജനിച്ച നക്ഷത്ര ജാതർക്ക് ഉള്ള ഭാഗ്യം അറിയുവാനും അവർക്ക് ഈ ഒരു ഭാഗ്യം കൈവരിക്കുവാൻ ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങളെ പറ്റിയുമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാം. വീഡിയോ കാണുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഏവർക്കും എൻ്റെ വിഷുദിനാശംസകൾ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.